ശരിയായ അവസ്ഥയിൽ നിലനിർത്താനും അതോടൊപ്പം നമ്മൾ കുട്ടികളിൽ വളർന്നു വരുന്ന തലമുറയിൽ ധൈര്യവും സ്വാഭിമാനവും ഒപ്പം സേവന തൽപരതയുമൊക്കെ ഉളവാക്കാനും ഈ ശാസ്ത്രത്തിന് കഴിയും. അപ്പോൾ ആ രംഗത്തേക്കൊക്കെ അത് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ആധാരശില എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ശാരീരികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണല്ലോ മത്സരമൊക്കെ ആകുമ്പോൾ കൂടുതൽ പ്രാധാന്യം വരിക. അല്ലാണ്ട് ധ്യാനത്തിനിപ്പോൾ മത്സരം സംഘടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നുവെച്ചാൽ ആളുകളൊന്ന് അറിയണം, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ശാസ്ത്രത്തിനെ ബഹുമതിയോടെ തന്നെ, ഏറെ ആദരവോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നന്മയുടെ വാഹകരായി മാറുക, നന്മയുടെ പ്രചാരകരും പ്രവർത്തകരുമായി മാറുക, അതൊക്കെയാണ് ഇതിലൂടെയൊക്കെ അടിസ്ഥാനപരമായി ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ മഹാവ്യാധി കാലഘട്ടത്തിലൊക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ റെമഡീസ് എന്നുള്ള നിലയ്ക്ക്, പ്രശ്നങ്ങളുടെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് യോഗയെക്കൂടെ ധാരാളം കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനുമൊക്കെ ഉണ്ട്, സഹായകരമായിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അധികമുള്ള പ്രചരിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ ഇതുവരെയും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ആരും അത്ര ഗൗരവമായി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഈ ഫൗണ്ടേഷനുമൊക്കെ, മണപ്പുറം ഫൗണ്ടേഷനൊക്കെ ആ രംഗത്തേക്ക് നമുക്ക് തിരിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? നിങ്ങളുടെയൊക്കെ ഭാഗധേയത്വം, നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഈ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ പങ്കെടുത്തുകൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ മറ്റ് പല വിധത്തിലും സഹായിച്ചുകൊണ്ടും ഒക്കെ എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുക, ആ രീതിയിലൊക്കെ ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു ശാസ്ത്രത്തിൻ്റെ വളർച്ചാ വികാസത്തിനും അതിൻ്റെ പ്രയോജനം ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ പരിപാടികളൊക്കെ മംഗളമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു എളിയ സന്യാസി എന്ന നിലയ്ക്ക് ഈ യോഗയും നമ്മളുടെ സംസ്കാരത്തിലെ മറ്റ് ഏറ്റവും മഹത്വമാർന്ന ഈടുവെപ്പുകളുമൊക്കെ ചേർത്തുവെപ്പുകളുമൊക്കെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യതയും കൂടി നമുക്കുണ്ടല്ലോ. ആ നിലയ്ക്ക് ശിവാനന്ദ സരസ്വതിയുടെ വിശ്വവിഖ്യാതമായ ഒരു പരമ്പരയുടെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ ശിവാനന്ദ സരസ്വതി. ഇവർക്ക് ഈ പ്രവർത്തനം നടത്തുന്ന അവർക്കും പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും അഭിനന്ദനങ്ങൾ, അനുഗ്രഹാശംസകൾ. ഈ പരിപാടി വിജയകരമാക്കുക, അതിൽ പങ്കാളിയാവുക.